കുറ്റിവട്ടം ഗവൺമെന്റ് മുഹമ്മദൻ LPSന്റെ വാർഷികാഘോഷം നടത്തി. കലാരവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുറ്റിവട്ടം ഗവൺമെന്റ് മുഹമ്മദൻ LPSലാണ് 124ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. കലാരവം എന്ന പേരിലായിരുന്നു വാർഷികാഘോഷ പരിപാടികൾ നടത്തിയത്. പൊതുസമ്മേളനം, കുട്ടികളുടെ കലാപരിപാടികൾ, ആദരവ്, സമ്മാനദാനം എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B. സുകന്യ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ അനീസ് I അധ്യക്ഷത വഹിച്ചു. എന്നെ തെരഞ്ഞെടുത്തു. ഈ സ്കൂളിന്റെ പ്രഥമ അധ്യാപിക ബഷീരത്ത് ടീച്ചറും ഞങ്ങളിവിടെ കൂട്ടമായൊരു തീരുമാനമെടുത്തു. ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സ്കൂളിന്റെ മുഖച്ഛായ മാറ്റിയെടുക്കണമെന്ന്. പ്രഥമാധ്യാപിക H. ബഷീരിയത്ത് സ്വാഗതം പറഞ്ഞു. ചവറ AEO അനിത TK മുഖ്യപ്രഭാഷണം നടത്തി. ഗായിക അസ്ഫിയ അൻവർ, മോട്ടിവേഷൻ സ്പീക്കർ സന്തോഷ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. പഞ്ചായത്ത് അംഗം സലിജ ബിജു ബഹുമുഖ പ്രതിഭകളെ ആദരിച്ചു. പാചകത്തൊഴിലാളിക്കുള്ള ആദരവ് സന്തോഷ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സലിജ ബിജു, MPTA പ്രസിഡന്റ് വിദ്യ, മുൻ SMC ചെയർമാൻ ഷാനവാസ്, കുറ്റിവട്ടം അബ്ദുൽ ജലീർ, മുംതാസ്, റൌഫ്, രേഖാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വിമർശിക്കാനായിട്ട് എല്ലാവർക്കും കഴിയും, പക്ഷേ ആ തെറ്റ് തിരുത്തണമെങ്കിൽ അതിന് ഏബിളായിട്ടുള്ള കഴിവുള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുപോലെയാണ് ഈച്ചയുടെയും തേനീച്ചയുടെയും കാര്യം. ഈച്ചയുടെയും തേനീച്ചയുടെയും വ്യത്യാസം അറിയാമോ? രണ്ടുപേരും പൂന്തോട്ടത്തിൽ പോകാറുണ്ട്. പക്ഷേ പൂന്തോട്ടത്തിൽ പോയാലും ഈച്ച എപ്പോഴും എന്താണ്? മാലിന്യത്തിലേക്ക് മാത്രമേ ഈച്ച നോക്കാറുള്ളൂ. പക്ഷേ തേനീച്ചയോ പൂവുള്ള നല്ല പൂവുള്ള പൂക്കളിനെ മാത്രമേ തേനീച്ച നോക്കാറുള്ളൂ. അപ്പൊ അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ് ആൾക്കാരും പോസിറ്റീവ് ആൾക്കാരും കാണും. നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും, പിന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ ഈച്ചയാകണോ തേനീച്ചയാകണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അപ്പോൾ ഇവിടെ പരിപാടി തുടങ്ങാനായിട്ട് സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ചോദിക്കുന്നത്. ഈ ആഘോഷവേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.